പകുതി സ്വർണം തിരിച്ചു കിട്ടിയ കാര്യം സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞാനും ആര്യനും കൂടി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാ ആ സ്വർണം തിരികെ വാങ്ങിച്ചോണ്ട് വന്നത്. നിനക്കെങ്കിലും ഞങ്ങളോടൊന്ന് പറയാമായിരുന്നു. സ്വർണം പണയം വെക്കാൻ നിന്റെ തന്നുവിട്ടത് ആര്യനാണോ? അല്ല അങ്കിൾ, ആര്യൻ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. സ്വർണം കൃഷ്ണമംഗലത്ത് തന്നെ തിരിച്ചു കൊടുക്കണമെന്നും അവരത് വാങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ആ സ്വർണം വീടിന്റെ പടിയിൽ വെച്ചിട്ട് തിരിച്ചു പോണോന്നാ ആര്യൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ തന്നെ ചെയ്യാനായിരുന്നു ആദ്യം ഞാൻ തീരുമാനിച്ചത്. പക്ഷെ ആര്യനോടൊരു വാക്കുപോലും ചോദിക്കാതെയാ സ്വർണം പണയം വെക്കാൻ ഞാൻ എടുത്തുകൊണ്ട് പോയത്. ഓ, മനസ്സിലായി മനസ്സിലായി. അഥവാ പിടിക്കപ്പെട്ട സകല കുറ്റവും നീ ഏറ്റെടുക്കണമെന്ന് ഇവരൊക്കെ നിന്നെ നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അല്ല ചെറിയച്ച, ഞാൻ സ്വർണം പണയം വെക്കാൻ പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. ഞാൻ എന്റെ സ്വന്തം തീരുമാനപ്രകാരം സ്വർണം എടുത്തിട്ട് പോയത്. ആ സ്വർണത്തിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്? ആ സ്വർണം തിരിച്ചു കിട്ടിയപ്പോ നീ എന്തിനാ അത് പണയം വെക്കാൻ കൊണ്ടുപോയത്? അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തുകൂടായിരുന്നു? സ്വർണം പണയം വെക്കാൻ ഞാൻ തീരുമാനിച്ചത് വെറുതെ അല്ല. ആ പണം കൊണ്ട് ആര്യനെ സഹായിക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആര്യനെ സഹായിക്കാനോ? നീ അവൻ എന്ത് സഹായം ചെയ്യാൻ പോകുന്നത്? ആര്യന് ട്രാവൽസ് തുടങ്ങാനുള്ള പണം റെഡിയായില്ല. ആ സ്വർണം പണയം വെച്ച് അതിനുള്ള പണം റെഡിയാക്കാനായിരുന്നു എന്റെ പ്ലാൻ. ആര്യനെ സഹായിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ജീവനോടെ ഉണ്ടല്ലോ. അതിന് നിന്റെ സ്വർണം പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിത്രേ, നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ കാരണം ഇപ്പൊ ഇവിടെ എല്ലാരും നാണം കിട്ടില്ലേ? ഇവനെപ്പോലെ ഒരുത്തനെ സഹായിക്കാൻ നീ സ്വർണം പണയം വയ്ക്കാൻ പോയല്ലേ? നിനക്ക് നാണമില്ലടി അവനെ സഹായിക്കാൻ. ചെറിയച്ച, ആര്യനെ കുറിച്ച് അനാവശ്യമായ ഒരു വാക്ക് പോലും മിണ്ടി പോരുത്. ഈ തലതെറിച്ചവന്റെ കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമല്ലേ? അതെ, ദേഷ്യം വരും. ഇവൻ എന്താടി അത്രയ്ക്ക് വലിയ മഹാനാണോ? അതെ, എന്നെ സംബന്ധിച്ച് ആര്യൻ മഹാൻ തന്നെയാ. ഇത്രയും നന്മയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിലൊരു പെണ്ണിനെ മോഷ്ടിച്ചോണ്ട് പോയവനാ ഇവൻ. അവനെയാണ് നീ മഹാൻ നന്മയുള്ളവനെന്നൊക്കെ പറയുന്നേ. നിർത്ത്. ആര്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ ആരും കരുതുന്ന പോലൊരു മനുഷ്യനല്ല ആര്യൻ. ഇന്ന് എന്റെ ചെറിയച്ഛനും അച്ഛനും ഒക്കെ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആര്യനാ. മിത്രേ, അച്യുതാ, എടാ, നമ്മുടെ സ്വർണം തിരിച്ചു കിട്ടി. എന്നിട്ടും ഏട്ടന്റെ മോള് പല കള്ളക്കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുക. അവള് പറഞ്ഞേട്ടോ, ഏട്ടന്റെയും എന്റെയും നമ്മുടെ കുടുംബത്തിന്റെയൊക്കെ മാനം രക്ഷിച്ചത് ആ ആര്യനാണെന്ന്. ഞാൻ കേട്ടു. മിത്രേ, കൃഷ്ണമംഗലത്തുകാർക്കും എനിക്കും വേണ്ടി നിന്റെ ഈ ആര്യൻ എന്ത് മഹാകാര്യമാടി ചെയ്തത്? പറ, കേൾക്കട്ടെ. അങ്ങനെ അങ്ങ് ചോദിക്കേട്ടാ. എന്ത് മഹാകാര്യ ചെയ്തെന്ന് അവള് പറയട്ടെ. ആര്യൻ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛ. അതിന് പകരമായിട്ട് ആര്യന് വേണ്ടിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതിനു വേണ്ടിയിട്ട് ആ സ്വർണം ഞാൻ പണയം വെക്കാൻ കൊണ്ടുപോയത്. നീ എന്തിനാ മിത്ര ഇങ്ങനെ കള്ളം പറയുന്നേ? നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ? അവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മഹാകാര്യം ചെയ്തു പോലും. എന്ത് തേങ്ങ അവൻ ചെയ്തേ?
ഏ? ഒരു കാര്യം പറ, ഒരൊറ്റ കാര്യം നീ പറ. നിനക്കൊരു ചുക്കും പറയാനുണ്ടാവില്ല. ഇവൻ കാരണം ഞാനും എന്റെ ഏട്ടനും നാണം കെട്ടു. അതാണോ ഇവൻ ചെയ്ത നല്ല കാര്യം? മിത്രേ, നീ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ നാണം കെടുത്തുന്നേ? കള്ളം പറയുന്ന ഈ ശീലം നിനക്ക് എവിടുന്നാ കിട്ടിയത്? ശരി അമ്മേ, ഇത്രയും നാളും ഞാൻ പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. വലിയൊരു സത്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട്. ആ സത്യം ആരും അറിയാതിരിക്കാൻ പലപ്പോഴും എനിക്ക് പലതും മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. ശരി, ഇത്ര നാളും നീ മറച്ചു വെച്ച ആ സത്യം എന്താ? അത് ഞങ്ങൾക്കറിയണം. അറിയാം. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും അതറിയണം. മിത്രേ, വേണ്ട. വേണം മീനു ചേച്ചി, ഇന്നിത് പറയണം. ഇതറിയുമ്പോ ചിലപ്പോ എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം മാറും. ഞാൻ മോശപ്പെട്ട പെൺകുട്ടിയാണെന്ന് നിങ്ങൾ കരുതും. ആയിക്കോട്ടെ. പക്ഷെ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ദേവമംഗലത്തുകാരോടുള്ള ദേഷ്യം നിങ്ങൾക്ക് അല്പമെങ്കിലും കുറയും. ഇത്രയും നാള് രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പകയും വൈരാഗ്യവും ഒക്കെ ചിലപ്പോ ഇതോടെ അങ്ങ് തീരും. അതുകൊണ്ടും കൂടിയാ ഞാനിത് പറയാൻ തീരുമാനിച്ചത്. മിത്രേ, വേണ്ട. നീ എന്താ ഈ വിളിച്ചു പറയാൻ നോക്കുന്നത്? ആരും എന്നെ തടയരുത്. ഞാനെല്ലാം പറയാൻ തീരുമാനിച്ചു. നീ ആരോടും ഒന്നും പറയുന്നില്ല. ഇല്ല. അതുകൊണ്ടും കൂടിയാ ഞാനിത് പറയാൻ തീരുമാനിച്ചത്. മിത്രേ, വേണ്ട. നീ എന്താ ഈ വിളിച്ചു പറയാൻ നോക്കുന്നത്? ആരും എന്നെ തടയരുത്. ഞാനെല്ലാം പറയാൻ തീരുമാനിച്ചു. നീ ആരോടും ഒന്നും പറയുന്നില്ല. ഇല്ല, എനിക്കെല്ലാം പറയണം. നമ്മുടെ കല്യാണത്തിന്റെ പേരിൽ ഇവിടെ ഉള്ളവർക്ക് തന്നെ പല തെറ്റിദ്ധാരണകളും ഉണ്ട്. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറണം. മിത്ര, വേണ്ട. അമ്മേ, ഇവളുടെ പുതിയ കഥ തുടങ്ങുക. അമ്മ ചെവി കൂർപ്പിച്ച് കേട്ടോ. ഇത് കഥയല്ല ചെറിയച്ച, ഇത് സത്യമാ. ഇതാണ് നടന്നത്. മിത്രേ, വേണ്ട. വേണോ ആര്യ? ആരും എന്നെ തടയരുത്. ഇനിയെങ്കിലും എല്ലാവരും എല്ലാം അറിയണം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. അയ്യോ, ഇതാണ് പുതിയ കാര്യം. നീ സ്നേഹിച്ചത് ഈ ആര്യനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ല, അത് ആര്യനെ ആയിരുന്നില്ല. ഞാൻ പ്രണയിച്ചത് മറ്റൊരാളെ ആയിരുന്നു. ഗുരുവായൂരപ്പ, എന്താ ഈ പറയുന്നേ? നീ പ്രണയിച്ചത് ആര്യനെയല്ലേ? അല്ലമ്മ, അതാര്യനായിരുന്നില്ല. ആ ഇഷ്ടം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാ എനിക്ക് കല്യാണം വേണ്ടെന്ന് നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ആരും അത് കേൾക്കാൻ തയ്യാറായില്ല. എന്റെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ഒളിച്ചോടാൻ അവൻ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്കതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവനെ ഉപേക്ഷിച്ച എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് വിഷം കുടിച്ച് ചാവൂന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ പ്രണയിച്ച് വഞ്ചിച്ച കാര്യം നാട്ടുകാരോട് മുഴുവനും പറയുമെന്ന് അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു, ഭീഷണിപ്പെടുത്തി. വേറൊരു വഴിയില്ലാതെ അവൻ പറഞ്ഞത്
എനിക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടത്താനായിരുന്നു അവന്റെ തീരുമാനം. അങ്ങനെ ഞാൻ അവന്റെ ഒപ്പം ഗുരുവായൂരിലേക്ക് പോയി. ഗുരുവായൂരിൽ എത്തിയ ശേഷം എനിക്ക് മനസ്സിലായത് അവൻ എന്നെ സ്നേഹിച്ചിരുന്നില്ല. എന്റെ പണത്തെയും സ്വർണത്തെയും അവൻ സ്നേഹിച്ചത്. എന്റെ കൂടെ അവൻ ഗുരുവായൂരിലേക്ക് വന്നപ്പോ ഞാൻ പോലും അറിയാതെ എന്റെ സ്വർണം കൂടി അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി. അവന്റെ കള്ളത്തരമൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അവൻ എന്നെ അടിച്ചിട്ടിട്ട് എന്റെ സ്വർണം എടുത്തോണ്ട് ഓടി. ഞാൻ അവന്റെ പിന്നാലെ ചെന്നു. പക്ഷെ എനിക്ക് അവനെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വീട്ടിൽ വരാൻ എനിക്ക് പേടിയായിരുന്നു. നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ നേരിടും? അച്ഛന്റെ കണ്ണിൽ ഞാൻ എങ്ങനെ നോക്കും? എന്റെ അമ്മ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അപ്പൊ ഞാൻ തീരുമാനിച്ചത് ഒറ്റ കാര്യവും, ആത്മഹത്യ ചെയ്യാൻ. അപ്പോഴാ അപ്പച്ചിയുടെയും മീന ചേച്ചിയുടെയും കൂടെ ഗുരുവായൂരിൽ വന്ന ആര്യനെ ഞാൻ കാണുന്നത്. ആ സമയത്ത് ആര്യനെ കണ്ടപ്പോ എനിക്കുണ്ടായ ആശ്വാസം, അപ്പച്ചിയെ കണ്ടപ്പോ എനിക്ക് തോന്നിയ സുരക്ഷ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചെറുപ്പം മുതലേ ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള പക കണ്ടാ ഞാൻ വളർന്നത്. പക്ഷെ എന്നെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റിയത് ഈ ദേവമംഗലത്തുകാരൻ. അപ്പച്ചി അവിടെ വെച്ച് കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അവരോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എന്നെ കൃഷ്ണമംഗലത്ത് തിരിച്ചെത്തിക്കണമെന്നായിരുന്നു ആര്യന്റെ അപ്പച്ചിയുടെ ഒക്കെ തീരുമാനം. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ധൈര്യത്തോടെ ഇങ്ങോട്ട് ഞാൻ എങ്ങനെ വരും? ഏതോ ഒരുത്തിനെ വിശ്വസിച്ച് സ്വർണം എടുത്ത് വീട്ടുകാരെ മുഴുവൻ നാണം കെടുത്തി ഇറങ്ങിപ്പോയ എന്നെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? ആ സ്വീകരണം എനിക്ക് ഊഹിക്കാം. ഞാൻ കാരണം ഉണ്ടാവുന്ന നാണക്കേടിനേക്കാൾ നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണേണ്ടി വരുന്ന വെറുപ്പിനെയാണ് ഞാൻ പേടിച്ചത്. അപ്പച്ചി എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ഞാൻ വീട്ടിലേക്ക് വരില്ലെന്ന് വാശി പിടിച്ചു. ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോവാന്നും പറഞ്ഞു. ഒരു വഴിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാവാന്നും പറഞ്ഞു. എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ആര്യനോ അപ്പച്ചിയോ തയ്യാറായിരുന്നില്ല. നിന്റെ വീട്ടിലേക്ക് പോവാനല്ലേ നിനക്ക് പേടിയുള്ളൂ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്ന് അപ്പച്ചി എന്നോടൊപ്പം പറഞ്ഞു. ആര്യൻ എന്നെ ദേവമംഗലത്തേക്ക് കൊണ്ടുവന്നാലും ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും?
എനിക്കിവിടെ എന്താ അവകാശം? ഞാൻ ആരാ ഈ വീട്ടില്? അതായിരുന്നു എന്റെ പേടി. ആ സമയത്ത് എനിക്ക് തോന്നിയത് അപ്പച്ചിയും ആര്യനും എങ്ങനെയെങ്കിലും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് അയക്കാനായിരിക്കും നോക്കുന്നതെന്നാ. പക്ഷെ തിരിച്ചു വന്നാലും എനിക്ക് കിട്ടാനുള്ളത് അടിയും നാണക്കേടും കുറ്റപ്പെടുത്തലൊക്കെ തന്നെയല്ലേ? എന്റെ അച്ഛനും അമ്മയും ചെറിയച്ഛനും അലോകും ആരും എന്നോട് ക്ഷമിക്കില്ല. ആരും എന്റെ അവസ്ഥ മനസ്സിലാക്കില്ല. എനിക്ക് വേണ്ടി അല്ല ചെറിയച്ഛ, കൃഷ്ണമംഗലത്തുകാർ നാണം കെടാതിരിക്കാൻ വേണ്ടി, എന്റെ അച്ഛന് വേണ്ടി, എന്റെ അമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ആര്യൻ എന്നെ കല്യാണം കഴിച്ചത്. വേണമെങ്കിൽ ആര്യൻ എന്നെ ഗുരുവായൂരിൽ വെച്ച് തന്നെ ഒഴിവാക്കായിരുന്നു. കൃഷ്ണമംഗലത്തുകാരുടെ നാശം കണ്ട് ചിരിക്കാമായിരുന്നു. പക്ഷെ ആര്യൻ അങ്ങനെ ചെയ്തില്ല. നമ്മുടെ കുടുംബം നാട്ടുകാരുടെ മുൻപിൽ നാണം കെടരുതെന്ന് വിചാരിച്ച ആര്യൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. ഏട്ടാ, ഇവളീ പറയുന്ന കള്ളക്കഥകൾ വിശ്വസിക്കരുത്. അച്യുതാ, മതി, നിർത്ത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയാ. അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോഴും ചില സംശയങ്ങൾ എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ മിത്ര എനിക്കതെല്ലാം വ്യക്തമാക്കി തന്നു. എന്റെ ഏട്ടനെ കുറിച്ച് മാത്രമേ ഞാനപ്പോ ആലോചിച്ചുള്ളൂ. എന്റെ ഏട്ടൻ തകർന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഏട്ടനെ ഓർത്തുള്ള എന്റെ കണ്ണീരിന് മുന്നിൽ ആര്യൻ കീഴടങ്ങി. എനിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അനന്തേട്ടനും അച്ചുവേട്ടനും അമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ഇത്രയും വിവാഹം കഴിക്കാൻ ആര്യൻ തയ്യാറായി. ഏട്ടാ, നിങ്ങൾക്ക് എന്നോട് പകയും വൈരാഗ്യം ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ ഉള്ളില് നിങ്ങളോട് പകയും വൈരാഗ്യവും ഒന്നുമില്ല. കുഞ്ഞുനാളില് എന്റെ ഏട്ടന്റെ നെഞ്ചില് ചൂട് പറ്റിയിട്ട് ഞാൻ ഉറങ്ങിയത്. ആ ചൂട് സ്നേഹവും ഇന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. മോള് പറഞ്ഞതൊക്കെ സത്യമാണോ? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത്? നിന്റെയും ആര്യന്റെയും കല്യാണം നടന്നത് ഇങ്ങനെയായിരുന്നോ? അതെ മുത്തശ്ശി, ഞാൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലും കള്ളമില്ല. ഞങ്ങളുടെ കല്യാണം നടന്നത് ഇങ്ങനെയാ. ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത്രയും വലിയ തീ ഇത്രയും നാള് നീ ഒറ്റയ്ക്ക് കൊണ്ടു നടന്നു മോളെ. നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്, ഇതൊക്കെ സത്യമാണെന്ന്.
സത്യവും മുത്തശ്ശി, ഞാൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലും കള്ളമില്ല. എന്റെ അച്ഛനെ സാക്ഷി വെച്ച്, എന്റെ അമ്മയെ സാക്ഷി വെച്ച് ഞാൻ പറയുക. ഞാനീ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇതിലൊരു വാക്കുപോലും കള്ളമില്ല. ഞാനിന്ന് ജീവനോടെ നിൽക്കാൻ കാരണക്കാരൻ ആര്യന. സ്വർണത്തിനും പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ടല്ല, മനസാക്ഷി ഉള്ളത് കൊണ്ട് മാത്രമാ ആര്യൻ എന്നെ രക്ഷിച്ചത്. ജനിച്ച കാലം മുതൽ കൃഷ്ണമംഗലത്തുകാരും ദേവമംഗലത്തുകാരും ശത്രുക്കളാണെന്നാണ് ഞാൻ കേട്ടത്. പണ്ട് മുതലേ എനിക്ക് ആര്യനെയും ആര്യൻ എന്നെയും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഒരു മോശം അവസ്ഥ വന്നപ്പോ നമ്മുടെ കുടുംബം നാട്ടുകാരുടെ മുന്നിൽ നാണം കെടരുതെന്ന് വിചാരിച്ച് എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യരുതെന്ന് കരുതിയിട്ട ആര്യൻ ഇത്രയും വലിയ ത്യാഗം ചെയ്തത്. എന്നെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ആര്യൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതാണ് സത്യമെന്ന് ആര്യൻ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ദേവമംഗലത്തുകാരെ കാണുന്നത് എന്റെ ജീവൻ രക്ഷിച്ച മനുഷ്യരായിട്ടാ. ഇങ്ങനെ നമ്മളെ നാണം കെടുത്ത് ജീവിക്കുന്നതിലും നല്ലത് അവള് മരിക്കുന്നത് തന്നെയാ. എന്തു പറഞ്ഞോ? ഈ സ്വർണം ഉൾപ്പെടെയുള്ള കാര്യത്തിലും സാക്ഷിയും കാരണക്കാരിയും ഒക്കെ ഗോമതിയാണ്. ശിക്ഷ ഗോമതി തീരുമാനിക്കട്ടെ. അപ്പ